ഹായ്, സമയം 2:22. നമ്മളിന്ന് 3 ട്രേഡ് ഉണ്ടായിരുന്നത്. അതും ഓപ്പണിങ്ങിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മാർക്കറ്റിൻ്റെ ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഇന്നലത്തെ ഡേ ആണിത്. മാർക്കറ്റ് പ്രൊഫൈൽ ഓപ്പൺ ആയത് ഇന്നലത്തെ ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ്. സോ വലിയ വോളിയം ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഓപ്പൺ ആയ ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റത്തെ റേഞ്ചും വളരെ ചെറുതായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വലിയ മൂവ്മെൻ്റ് ഒന്നും ഇങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മൾ കാണാറില്ല ഈ ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ച് ആകുമ്പോൾ. സോ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നത് 10, അതായത് ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കാൻ വിചാരിച്ചത്. പക്ഷെ നമുക്ക് അവിടെ എൻട്രി സഡൻ സ്പൈക്ക് വന്ന് പിന്നെ താഴെ വന്നിട്ട് ഏകദേശം ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് എൻട്രി എടുത്തത് ഈ ഒരു ക്യാൻഡിലിൽ. നമ്മൾ മാർക്കറ്റ് കയറി പിന്നെ ഒരു 10:30 ആകുമ്പോൾ ഇവിടെ 10:25 ആകുമ്പോൾ ഈ ഒരു ക്യാൻഡിലേറ്റ് സെല്ലിങ് ഉണ്ടാകും. ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് കഴിഞ്ഞപ്പോൾ സെല്ലിങ് കണ്ടപ്പോഴാണ് നമ്മളതിന് എക്സിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ ഒരു സെൽ പൊസിഷൻ കൊടുത്തിരുന്നത്. അതും മാർക്കറ്റ് ഇതേമാതിരി റിവേഴ്സ് ആയിട്ട് എന്താ പറയുക 11:30 ആകുമ്പോൾ നമ്മൾ അതിലും ലോസ് ബുക്ക് ചെയ്ത് മാർക്കറ്റ് തന്നെ കയറിപ്പോയി. ഇങ്ങനെ ഇതൊരു ഇതുണ്ടായിരുന്നല്ലോ, കയറി ഇറങ്ങുക അങ്ങനെ ഇല്ലായിരുന്നു. ഇവിടെ എക്സിറ്റ് അടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ആയിട്ട് 11:30 ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എക്സിറ്റ് അടിച്ച് പിന്നെ നമ്മൾ അപ്പം തന്നെ ഒരു കോളും കൂടി ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ. പിന്നെ മാർക്കറ്റ് ഒന്നും ഇങ്ങനെ മേലെ പോയി നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് പിന്നെ ഒരു സഡൻ സ്പൈക്ക് വന്ന് വീണ്ടും താഴേക്ക് അടിച്ചിറങ്ങി. പിന്നെ മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. സോ ഇന്നത്തെ ലോസ് നമുക്ക് ഏകദേശം വരുന്നത് 840 ആണ്. ഇതാണ് മാർക്കറ്റ് ഇതുവരെയുള്ള മൂവ്മെൻറ്റ് നോക്കുമ്പോൾ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ മാതിരിക്കാണ് മാർക്കറ്റ് പ്രൊഫൈലിൽ കാണുന്നത്. അപ്പോൾ നാളെ നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ ഒരു 24,290 മുകളിൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു ബുള്ളിഷ് റെഫറൻസ് ലെവലിൽ ബുള്ളിഷ് ആയിട്ടാണ് നമ്മൾ നാളെ മാർക്കറ്റിനെ കാണുന്നത്. മാർക്കറ്റ് ഒന്നും മൊത്തം ഇന്നലത്തെ മിഞ്ഞാത്തെ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ എൻട്രിയും കാര്യങ്ങളും കാണിച്ചു തരാം. ഇതാണ് നമ്മൾ എൻട്രീസ്. ഫസ്റ്റ് എൻട്രി 315-ന് 23,900 കോൾ. അത് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്ത് 305.85-ന്. ഓക്കെ, പിന്നെ 24,500 പി 319 നമ്മൾ മേടിച്ച് അത് ഇതേപോലെ 11:30-ന് 300.9 അതും കൊടുത്ത്. ദെൻ നമ്മളപ്പോൾ തന്നെ ഒരു കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു 316-ന്. അത് 310 നമ്മൾ ലോസും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ഇന്നത്തെ ലോസ് വരുന്നത് 940. ശരിക്കും ആ ഒരു കോള് നമ്മൾ വിചാരിച്ച മാതിരിക്ക് മൂവ് ചെയ്ത കാരണം 100 പോയിൻറ്റിൻ്റെ മുകളിലൊക്കെ നമ്മൾ വിചാരിച്ച കോള് മൂവ് ചെയ്തതാണ്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും 424 അടുത്ത് വന്നു. പക്ഷേ എന്താ പറയുക, അത്രയും വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ അങ്ങനത്തെ ദിവസം ഒരു 40 പോയിൻ്റൊക്കെ ഉള്ളൂ ഓപ്ഷനിൽ എടുക്കാറ് ഇങ്ങനത്തെ ഓപ്ഷൻ ഇൻ ദ റേഞ്ച് വരുമ്പോൾ. സോ നല്ലൊരു മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ കണ്ടു. നാളെ നമുക്ക് നോക്കാം മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുമെന്ന്. ഓക്കെ.